സിസ്റ്റർ ഒന്ന് കയറി നിന്നേ. എന്താ സംഭവിച്ചേ? ഈ കൈക്ക് ഞാൻ മുറ്റത്ത് നിന്ന് കയ്യാലയുടെ അവിടെ നിന്ന് പോച്ച കുറച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഇടിഞ്ഞ് വീഴാൻ പോയി. അങ്ങനെ ഇടിഞ്ഞ് വീഴാൻ പോയ സമയത്തേക്ക് പിന്നെ ഞരമ്പങ്ങ് വലിഞ്ഞിട്ട് പിന്നെ ഈ കൈ അനങ്ങത്തില്ലായിരുന്നു, നൂരത്തില്ല. ആയുർവേദ കോളേജിൽ കൊണ്ടുവച്ചെന്ന് ഇതിന് ബാൻഡേഡ് ഇട്ടിരുന്നായിരുന്നു. ഇന്ന് വരെ ഇത് നൂരാതിരിക്കുമായിരുന്നു. ഞാൻ അന്ന് മുതലെല്ലാം പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ മടക്കാനോ നിവരാനോ ഒക്കത്തില്ല. മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നിവർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും, പിന്നെ മടക്കാൻ ഒക്കത്തില്ല. ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ബ്രദർ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൈ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കയ്യിലാകെ ഒരു വിറയിൽ വന്നിട്ട് വേദന പൂർണ്ണമായിട്ടും. ഹല്ലേലൂയ. ഇപ്പൊ ചേച്ചിക്ക് കൈ നിവർത്താം. ഇപ്പൊ നിവർത്താൻ പറ്റുന്നു. ആ വേദനയില്ല. മറ്റേത് മടക്കുമ്പോ ഭയങ്കര വേദന. മറിഞ്ഞു വീണതിനെ തുടർന്ന് കയ്യാല ഇടിഞ്ഞു വീണു. കയ്യാലയിൽ നിന്ന് ഇങ്ങനെ പോച്ച പറിച്ചുകൊണ്ടിരുന്നപ്പോ ചവിട്ടിയിരുന്ന സ്ഥലവും അങ്ങ് ഇടിഞ്ഞു പോയായിരുന്നു. അപ്പൊ കൈയുടെ വലിവ് ഉണ്ടായി ഞരമ്പിന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ ചതവുണ്ട്, കൈയുടെ വലിവ് നരമ്പ് വലിഞ്ഞു പോയി, അതുകൊണ്ടാണ് വേദന മാറാത്തത് പറഞ്ഞു. ആയുർവേദിക് കോളേജിൽ കാണിച്ചിരുന്നു. എന്നിട്ട് ഒരാഴ്ചയോളം ഇങ്ങനെ ബാൻഡേഡ് കെട്ടിയിട്ട് മാറിയില്ല. ഇന്നുവരെ ഈ നിമിഷം വരെ മാറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ കുറെ നാളുണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പൊ പൂർണ്ണമായും കൈകളടിച്ച് കർത്താവിന്റെ നല്ല ആമേൻ പറഞ്ഞേ. മോളെ, മമ്മിക്ക് പറയുന്നത് ശരിയാണോ? അങ്ങ് വന്നേ. മമ്മി പറയുന്നത് ശരിയാണോ? മമ്മിക്ക് എത്ര നാളായിട്ട് ഇങ്ങനെ ഉണ്ട്? മമ്മി കൈ മടക്കത്തില്ലേ? അപ്പോ കൈ മടക്കം മമ്മിക്ക് പറ്റത്തില്ലായിരുന്നു. മോളാണോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്? ഇല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ജോലിക്ക് പോകാൻ പോലും പറ്റാതെ ഞാനിപ്പം കഷ്ടത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കൈ കാരണം കുഞ്ഞിന് ഹോസ്റ്റലിലുള്ള ഫീസ് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഈ അവസ്ഥയില് ചേച്ചിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത കാരണം ഹോസ്റ്റലിൽ നിന്ന് കൊച്ചിനെ പറഞ്ഞു വിട്ടു. കാരണം അവർക്ക് ജോലി ചെയ്യാൻ വയ്യ. അവിടെ അടച്ചിട്ടില്ല. 6000-ഓളം രൂപ അവിടെ അടയ്ക്കാനുണ്ട്. 3 മാസമായി എന്റെ കൈക്ക് വയ്യാതായിട്ട്. അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മോളെ സഹായിക്കാൻ പറ്റുന്നില്ല. വണ്ടർഫുൾ. കൈകൾ കർത്താവ് അടിച്ചിട്ട് നല്ല ആമേൻ പറഞ്ഞേ. നിങ്ങൾ നോക്കിയേ, അവരുടെ കൈയെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. കൈകൾ അടിച്ചിരുന്നല്ലേ ആമേൻ പറഞ്ഞേ. കർത്താവെ, ഇപ്പോൾ ഉള്ളവരുടെ ഞെരുക്കങ്ങളൊക്കെ മാറിയിട്ട് വലിയ സമൃദ്ധി ഇവർക്ക് ഉണ്ടാകുന്നതിനായി നന്ദി കർത്താവെ. നീ അവർക്ക് കൊടുത്തതിനായി നന്ദി കർത്താവെ. താങ്ക് യു ജീസസ്. ഫീൽ ദ പവർ ഓഫ് ജീസസ്. കർത്താവെ, ഈ കുടുംബത്തെ നീ ഉയർത്തുന്നതിനായി നന്ദി കർത്താവെ.